അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹനത്തിൻ്റെയും ആത്മവിശുദ്ധിയുടെയും 30 നാളുകൾക്ക് ശേഷം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരിമളം വീശി വീണ്ടും ഇതാ ഒരു ഈദുൽ ഫിത്ർ സമാഗതമായിരിക്കുന്നു. പുണ്യ റമളാനിലെ ആരാധനകളിലൂടെ ആത്മവിശുദ്ധി നേടിയ ഹൃദയങ്ങളുമായി നാം ഇതാ ഒരു പുണ്യ പെരുന്നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുമ്പോൾ നാമേവരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയായിരിക്കട്ടെ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ. അല്ലാഹുവേ, നിർഭയത്തോടെയും വിശ്വാസത്തോടെയും ശാന്തിയോടെയും ഇസ്ലാമോടെയും കൂടി നീ ഈ മാസത്തെ ഞങ്ങളിൽ ഉദിപ്പിക്കണമേ. എന്റെയും നിന്റെയും നാഥൻ അല്ലാഹുവാണ്. ഇത് നന്മയുടെയും സുഹൃതത്തിന്റെയും മാസമാകട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം. ഒരു മാസം പകൽ നോമ്പും രാത്രി തറാവീഹ് നിസ്കാരവും പുറമെ ഖുർആൻ പാരായണവും ഇഅ്തികാഫും ദാനകർമ്മവുമടക്കം നിരവധി സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യരാകാൻ സൗഭാഗ്യം നൽകിയ അല്ലാഹുവിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ആഘോഷ ദിനമാണ് ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാൾ. ഒരു മാസക്കാലത്തെ നിരന്തര ആത്മസംസ്കരണ മുറകളിലൂടെ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യവും ഈമാനിക വീര്യവും പെരുന്നാളിനും തുടർന്നും ചോർന്നു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഒരു മാസക്കാലം രാപ്പകലുകളിൽ പള്ളികളിൽ ഇഅ്തികാഫിരുന്നവർ, ഫർളിന് പുറമെ സുന്നത്തും നിസ്കരിച്ചവർ, ദിക്റും സ്വലാത്തും ഖുർആനുമായി കഴിഞ്ഞുകൂടിയവർ ശവ്വാലിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെടുന്നതോടെ പള്ളികളോട് വിട പറയരുത്. കള്ള് ഷാപ്പിലും തിയേറ്ററുകളിലും ഇനി അവരുടെ സാന്നിധ്യം ഉണ്ടാകരുത്. മക്കയിൽ ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു. നിങ്ങൾ അവരെ പോലെയാകരുതെന്ന് ഖുർആൻ സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലാ തകൂനൂ കല്ലതീ നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. നേരം വെളുത്തതു മുതൽ സന്ധ്യാസമയം വരെ വളരെ ബലത്തിൽ നൂൽ നൂറ്റ ശേഷം സന്ധ്യാസമയത്ത് സ്വയം പല ഇഴകളായി അഴിച്ചുവിട്ട് അവ ഛിന്ന ഭിന്നമാക്കി കളയുന്ന പെണ്ണിനെപ്പോലെ നിങ്ങളാകരുത്. പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടി റമളാനിൽ നേടിയ വിശുദ്ധി നാം നഷ്ടപ്പെടുത്തരുതെന്നർത്ഥം. അതിന് നമ്മുടെ ആഘോഷങ്ങൾ ഓരോന്നും സുഹൃതമാകട്ടെ. ഇന്ന് വിശക്കുന്നവരായി നമ്മുടെ സമൂഹത്തിൽ ആരും ഉണ്ടാകരുത്. നമുക്കിടയിൽ ഇന്ന് പുതുവസ്ത്രങ്ങൾ അണിയാത്തവർ ഉണ്ടാകരുത്. കുടുംബബന്ധം ചേർക്കണം, സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കണം, പാവങ്ങളെ സഹായിക്കണം, സ്നേഹാശംസകൾ പരസ്പരം കൈമാറണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.